തുണി ബിസിനസ്സോ? എന്താ, ഞാൻ തയ്ക്കണ ഒരാളല്ലേ. ഒരു 3000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പാടില്ല ഈ ബിസിനസ്? അമ്മയ്ക്കും കൂടി ചെയ്യാം. അമ്മ നന്നായി തയ്ക്കണതല്ലേ, അമ്മയ്ക്ക് തുടങ്ങാൻ പാടില്ലേ? അതെങ്ങനെയാ? ഞാൻ ഇവിടുത്തെ വേലക്കാരി. ഞാൻ നിങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പി തന്ന് നിങ്ങളുടെ തുണിയും കഴുകി ഇവിടെ ഇങ്ങനെ ജീവിച്ച് മരിച്ചോളണം. അപ്പൊ അതായിരുന്നു മനസ്സില്. അമ്മ സൂപ്പറായിട്ട് തയ്ക്കും. പക്ഷെ അമ്മ അതിന് പ്രശ്നം എന്തോന്നോ, 5 വർഷം മുമ്പ് ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടി 3000 രൂപ മതിയായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയാണോ? ഇന്നൊരു ചുരുങ്ങിയൊരു 15,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ആ 15,000 രൂപ നമ്മളതിലുണ്ടോ? ഡാഡിയുടെ കയ്യിലുണ്ടോ? ഡാഡിയുടെ കയ്യിലും ഇല്ല. പിന്നെ ഇനി വീണ്ടും മാമൻ്റെ അടുത്ത് ചോദിച്ചാൽ പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ പഴയ തയ്യൽ മെഷീനും കൊണ്ട് എന്ത് ചെയ്യാനാണ് നമ്മൾ? മുത്തേ, കാര്യമൊക്കെ എന്റെ മിഷനെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലായിരിക്കും. ആ മിഷൻ കൊണ്ട് ഞാൻ എന്തോരം ഫാഷൻ തുണികൾ തയ്ച്ചിട്ടുണ്ട്. നിനക്കൊക്കെ തയ്ച്ചു തന്നിട്ടുണ്ടല്ലോ. ഉണ്ട്, ഇല്ലെന്നല്ല. അമ്മ ഇപ്പൊ പുതിയ മിഷനിൽ തയ്ക്കാൻ വേണ്ടി ഒരു ദിവസം മതിയെങ്കിൽ ഇതിൽ അമ്മ തയ്ക്കാൻ വേണ്ടി എത്ര ദിവസം എടുക്കുമെന്നാണ്? അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അത് മാനേജ് ചെയ്യണ്ടേ? അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യം. ഞാൻ ചെയ്യണില്ല എന്റെ പൊന്നെ. ചെയ്യണ്ടെന്നല്ല, ഇതൊന്നും ഒരു റീൽ കണ്ടിട്ട് പെട്ടെന്ന് ഇന്ന് ചെയ്യാം, എന്റെ മോൾ സപ്പോർട്ട് ചെയ്ത് ഇന്ന് തുടങ്ങാൻ പറ്റുന്നതല്ല. ഇല്ലെങ്കിൽ പിന്നെ അമ്മ എൻ്റെ ഇത് കേൾക്കാതെ നമുക്ക് അപ്പുറത്തും കൂടെ പറഞ്ഞ് എല്ലാവർക്കും കൂടെ ആലോചിച്ച് എങ്ങനെയൊക്കെയാണെന്ന് നോക്കി ചെയ്യാം. ക്ലീറ്റോ പറയണത് ശരി. ഇവിടെ എല്ലാം പിന്തിരിപ്പികളാ. നെഗറ്റീവ്. ഞാൻ പിന്തിരിപ്പിച്ചു. അതെ, ഞാൻ ഇതിന് ഇങ്ങനൊരു മറുവശം ഉണ്ടെന്നല്ലേ മക്കളെ ഇങ്ങ് വന്നേടാ. മക്കളാ സാധിക്കാണ്ടല്ലോ. എന്താണ് എന്താ പറ. എടാ ഇങ്ങ് വന്നേടാ കൊച്ചേ. പിന്നെ പൈസ ആയിട്ടൊന്നും എന്റെ ഞാനൊന്നും റൊണാൾഡെങ്കിലേ അമ്മ ഒരു റീല് കണ്ട് ഒരു 5 വർഷം മുമ്പ് എന്തോ 3000 രൂപയ്ക്ക് ആരും ഇൻവെസ്റ്റ് ചെയ്തപ്പോ റീലിന്റെ കാര്യം വീട്. എന്നാ ശരി, അത് വിട്. അതായത് അമ്മയ്ക്കിപ്പം അമ്മയുടെ തയ്യൽ മിഷൻ വെച്ച് കുറച്ച് പൈസക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് തുണി എടുത്ത് തച്ച് വിൽക്കുന്ന ബിസിനസ്. അവള് പറയണത് എനിക്ക് അതിനുള്ള കഴിവില്ലെന്ന് ഞാൻ പറഞ്ഞു. കഴിവുണ്ടോന്ന് പറഞ്ഞു. അമ്മയെ കഴിഞ്ഞേ ഉള്ളൂ തയ്ക്കാനായിരുന്നു. പക്ഷെ റൊണാൾഡെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാന്നൊക്കെ പറഞ്ഞു. അത് ചില്ലറ കാര്യമല്ല. അത് അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങുമെന്നുള്ളതില് എനിക്ക് ഡൗട്ട് ഉണ്ട്. അഥവാ എന്തേലും പൊളിഞ്ഞോ എന്ത് ചെയ്യും? മുത്ത് പറഞ്ഞു വരുന്നത്, ഈ പഴയ മെഷീനകത്ത് കുറച്ച് പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് തുണികളൊക്കെ വരുത്തി തയ്ച്ച് പുതിയ വാഷനൊക്കെ കണ്ടെത്തി ഓൺലൈൻ വഴി കച്ചവടം ചെയ്യുന്ന അത് നെഗറ്റീവ് ആണെങ്കിൽ പറയണ്ട. അതെ, ഫുൾ സപ്പോർട്ട് ചെയ്യാൻ തന്നേക്കുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങും. ഈ റൊണാൾഡെങ്കിൽ എന്തറിഞ്ഞിട്ടാണ് സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ എനിക്ക് അമ്മ സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞാ പോരെ? നിനക്ക് എന്റെ ഒരു വിശ്വാസം ഇല്ല, അതാ കുഴപ്പം. വിശ്വാസം ഉണ്ടമ്മ. പിന്നെ എന്താ നീ പറയണേ? എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ല തുടങ്ങുന്നത്. ഇങ്ങനെയല്ലേ ഓരോന്ന് അറിയുന്നേ. ഒരു പാവപ്പെട്ട പെണ്ണിന് വീട്ടിലെന്നറിഞ്ഞപ്പോ വീട്ടിൽ സ്വന്തമായിട്ട് ബിരിയാണി ഉണ്ടാക്കി റോഡിൽ കൊണ്ടിട്ട് കച്ചവടം ചെയ്തൊരു വനിതയാണ്. അവർക്ക് കച്ചവടത്തിന് ആക്കറിയാ. മനസ്സിലായോ? ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കാം. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ മുക്കിനും മൂലയ്ക്കും ഒക്കെ ക്ലോത്തിങ് ബ്രാൻഡ്. അമ്മ വേറെ എന്തെങ്കിലും ബിസിനസ്. അതിനെന്തിന്? റോഡിലോട്ട് ഇറങ്ങിയ റോഡ് സൈഡിൽ മൊത്തം ഹോട്ടലുകളല്ലേ എന്നും പറഞ്ഞ അവിടെ ആരും കഴിക്കാതിരിക്കും. ആ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ തന്നെ 50 ക്ലോത്തിങ് ബ്രാൻഡ് കാണും. എന്റെ സുഹൃത്തെ, ഇൻസ്റ്റയൊക്കെ എന്നാ ഉണ്ടായത്? അതിനു മുമ്പേ മനുഷ്യരല്ലേ ഉണ്ടായത്. ഈ മനുഷ്യരല്ലേ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ചെന്ന് ഒരു ദോശ ഉണ്ടാക്കിക്കൊണ്ട് ക്ലിക്ക് ആയില്ലെങ്കിൽ അമ്മയെ കൊണ്ട് അതൊന്നും താങ്ങാൻ പറ്റൂല. ഞാൻ സപ്പോർട്ട് ചെയ്യും. ഞാൻ പോയി കച്ചവടം ചെയ്ത് കൊടുക്കും. അതിന്റെ കമ്മീഷനും എടുക്കും. ദോശയും കറി എടുത്തു.